മക്കളെ, അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ പബ്ലിക് എക്സാമിന് ഷോർട്ട് എസ്സേക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഷോർട്ട് എസ്സേക്ക് നിങ്ങൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ചാപ്റ്റർ ടു ടെൻത്ത് ചാപ്റ്റർ വരെയുള്ള പോർഷൻസിൽ ഏതൊക്കെ ഡിഫറൻസ് ബിറ്റ്വീൻ ആയിരിക്കും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് നോക്കാം. യെസ്, അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിന് പഠിച്ചിട്ട് തന്നെ പോവുക. സോ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്തായാലും ഈ ഒരു പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. യെസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വരുന്നത് റാം ആൻഡ് റോം തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡിഫറൻസ് ബിറ്റ്വീനിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് റാം ആൻഡ് റോം എന്ന് പറയുന്നത്. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി ആണ്. റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി മെമ്മറി ആണ്. സോ ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്തായാലും എക്സാമിന് ചോദിക്കും. റാം എന്ന് പറയുന്നത് റോമിനേക്കാളും ഫാസ്റ്റർ ആണ്. റോമിൽ മെമ്മറി സ്ലോവർ ആണ്. ആൻഡ് റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈൽ ആണ്. ഇപ്പം നമ്മൾ പവർ ഓഫ് ചെയ്താലും നമുക്ക് ആ ഒരു അതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റാസിനെ റീറ്റെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതേസമയം റാം എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്. പവർ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ റാമിൽ റീഡിങ് ആൻഡ് റൈറ്റിംഗ് അലൗ ചെയ്യുന്നുണ്ട്. റോമിൽ റീഡിങ് മാത്രമാണ് അലൗ ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് വരുന്ന അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റും LC ഫ്ലാഡറും തമ്മിലുള്ള ഡിഫറൻസ്. ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. LC ഫ്ലാഡറും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് പെർമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വിച്ച് സീഫിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ കണ്ടീഷൻസ് വിത്ത് ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമായിരിക്കും ഇവാലുവേറ്റ് ചെയ്യുക. LCFിലേക്ക് വരുമ്പം റിലേഷൻ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻസിന്റെ ബേസിലായിരിക്കും ഇവാലുവേഷൻ നടക്കുന്നുണ്ടാവുക. ആൻഡ് ഇവിടെ നമുക്ക് ഇൻറ്റീജർ അല്ലെങ്കിൽ ക്യാരക്ടർ ടൈപ്പ് വാല്യൂസ് മാത്രമാണ് കേസ് കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം കേസ് 1, കേസ് 2 അങ്ങനെയായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അവിടുത്തെ ആ ഒരു അല്ലെങ്കിൽ എന്താ പറയുക കേസ് കോൺസ്റ്റന്റിനനുസരിച്ചായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത് ക്യാരക്ടേഴ്സും ഇൻറ്റീജേഴ്സും മാത്രമാണ്. അതേസമയം LCFിൽ നമുക്ക് എന്ത് കൈൻഡ് ഓഫ് വാല്യൂസ് വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പിന്നെ നമുക്ക് വരുന്നത് സ്വിച്ചിൽ നമ്മൾ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വിച്ചിൽ നിന്ന് എക്സിറ്റ് ആകാൻ വേണ്ടിയിട്ട്. അതേസമയം LC ഫ്ലാഡറിൽ നമുക്ക് അങ്ങനെ എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി പ്രോഗ്രാം കൺട്രോള് എന്തിന്റെ പുറത്തേക്ക് വന്നോളും? ഈ ഒരു പ്രോഗ്രാമിന്റെ പുറത്തേക്ക് വന്നോളും. യെസ്, അപ്പൊ ഇതാണ് സ്വിച്ച് ആൻഡ് LC ഫ്ലാഡർ തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഫ്രീ വെയർ ആൻഡ് ഷെയർ വെയർ എന്നുള്ളതാണ്. അപ്പോൾ ഫ്രീ വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ അതിനകത്തുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ നമുക്ക് ഫ്രീ ഇപ്പം ഗൂഗിളൊക്കെ കയറി നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ, നമ്മൾ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഫ്രീ വെയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഉദ്ദേശിക്കുന്നത്. ഇന്റർനെറ്റിലൂടെ ആർക്ക് വേണമെങ്കിലും അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഷെയർ വെയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ChatGPT ഓർക്കുക. ഇപ്പം ChatGPTയിലുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ChatGPTയിൽ നമുക്ക് കുറേയധികം ഫീച്ചേഴ്സ് നമുക്കുണ്ട്. അപ്പം നമ്മൾ ChatGPTയുടെ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ലെവൽ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസിനെയാണ് ഷെയർ വെയർ എന്ന് പറയുക. അപ്പം അതിന് ആദ്യം നമുക്ക് പർച്ചേസ് ചെയ്തതിന് മുന്നേ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഫ്രീ വെയർ ആൻഡ് ഷെയർ വെയർ തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ പിന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുന്നത് ഹബ് ആൻഡ് സ്വിച്ച് തമ്മിലുള്ള അതാണ്. അപ്പൊ ഹബ് എന്ന് പറയുന്നതും സ്വിച്ച് എന്ന് പറയുന്നതും ഏകദേശം സെയിം തന്നെയാണ്. ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ഹബ് എന്ന് പറഞ്ഞു കഴിയുമ്പം ഇത് എന്താ ചെയ്യുക? മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിലേക്ക് ഈ ഡേറ്റ പാക്കറ്റ്സിനെ റിസീവ് ചെയ്തിട്ട് എല്ലാവരിലേക്കും എത്തിക്കുന്നു. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു സിംഗിൾ കമ്പ്യൂട്ടറിലേക്കായിരിക്കും എത്തേണ്ടത്, പക്ഷെ അങ്ങനെ നോക്കാതെ എല്ലാവരിലേക്കും ഈക്വൽ ആയിട്ട് എത്തിക്കുന്നതാണ് ഹബ്ബ് ചെയ്യുന്നത്. അതേസമയം സ്വിച്ച് എന്താ ചെയ്യുക? സ്വിച്ച് ഒരു ഇന്റലിജന്റ് ഡിവൈസ് ആണ്. ഇത് എന്ത് ചെയ്യും? ആർക്കാണ് ആ ഒരു ഡേറ്റ കിട്ടേണ്ടത് അവരിലേക്ക് മാത്രം ആ ഡേറ്റയെ എത്തിക്കാൻ നോക്കുന്നതാണ് സ്വിച്ച് ചെയ്യുന്നത്. ദെൻ റൂട്ടർ ആൻഡ് ഗേറ്റ് വേ തമ്മിലുള്ള ഡിഫറൻസും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, അതായത് നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിനകത്തെ ഹബ്ബും സ്വിച്ചും അതുപോലെ തന്നെ റൂട്ടർ ആൻഡ് ഗേറ്റ് വേ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ പഠിച്ചിട്ടേ എക്സാമിന് പോകാവുള്ളൂ. ആൻഡ് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എക്സാമിന് 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഷോർട്ട് എസ്സേക്ക് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട്, ഡിഫറൻസ് ബിറ്റ്വീനിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.
റൂട്ടർ ആൻഡ് ഗേറ്റ്വേ. റൂട്ടർ എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? രണ്ടോ അതിലധികം നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ സെയിം പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന രണ്ടോ അതിലധികം നെറ്റ്വർക്ക്സിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് റൂട്ടറിനെ യൂസ് ചെയ്യുക. ഗേറ്റ്വേയും സെയിം തന്നെയാണ് ചെയ്യുക, ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്ന നെറ്റ്വർക്ക്സിനെ ആയിരിക്കും ആര് കണക്ട് ചെയ്യുന്നുണ്ടാവുക? ഗേറ്റ്വേ കണക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു പോർഷൻസിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻസ് ചോദിക്കുന്നുണ്ടാവുക. ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സോ എന്തായാലും ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഇത് പഠിച്ചിട്ട് പോവുക. ഓക്കെ മക്കളെ, അപ്പൊ എല്ലാവരുടെയും എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.